ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് ബീച്ചിൽ 4 കോടി രൂപ ചെലവഴിച്ച് സജ്ജമാക്കിയ ഫുഡ് സ്ട്രീറ്റ് വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ചെറിയൊരു മഴ പെയ്താൽ പോലും ഫുഡ് സ്ട്രീറ്റിന്റെ മുൻവശം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥയാണ്. കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള തർക്കമാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത്. ദുരിതത്തിലായ കച്ചവടക്കാർ വലിയ ആശങ്കയാണ് പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്നും അനീഷ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെള്ളക്കെട്ടിലായ ഫുഡ് സ്ട്രീറ്റ്. 4 കോടി രൂപ ചെലവഴിച്ച് കോഴിക്കോട് ബീച്ചിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഫുഡ് സ്ട്രീറ്റ് ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായ അവസ്ഥയിലാണ്. നഗരത്തിലെത്തുന്ന ഭക്ഷ്യപ്രേമികൾക്ക് ഇവിടേക്ക് എത്തണമെങ്കിൽ ചെറിയൊരു കൈത്തോട് ചാടിക്കടക്കേണ്ട അവസ്ഥയാണിപ്പോൾ. നാല് കോടി രൂപയുടെ പദ്ധതി. പക്ഷേ ചെറിയൊരു മഴ പെയ്താൽ കോഴിക്കോട് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിന്റെ അവസ്ഥ ഇതാണ്. ഭക്ഷണത്തെരുവിന് മുൻവശം പൂർണ്ണമായും വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നു. ഈ ചെളിവെള്ളം കടന്നു വേണം ഭക്ഷണപ്രേമികൾക്ക് ഫുഡ് സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കാൻ. ഇവിടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ മേലേക്ക് ബീച്ച് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ വെള്ളം തെറിപ്പിക്കുന്നതും പതിവാണ്. കനത്ത മഴയിൽ പ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലായതോടെ കച്ചവടക്കാർ പ്രതിസന്ധിയിലാണ്. ഇവിടെ ഇപ്പോൾ ചെയ്തു വെച്ച പണിയാണ് ഓവിച്ചാൽ കീറി വെച്ച. ഈ കീറി വെച്ചുകൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം നല്ല കുത്തിയലിച്ച മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ മണ്ണിടിഞ്ഞ് വരുന്നത് പിന്നെയും ഇതായി പോവാണ്. പിന്നെയും വെള്ളം അത്രക്കത്ര പൊന്തുകയാണ്. ഇവരിപ്പോൾ എന്ത് പണിയായിട്ട് ഇവിടെ ആദ്യം ഈ ഇതിൽ ഡ്രൈനേജ് ഉള്ളതാണ്. ഈ ഡ്രൈനേജിൻ്റെ മുകളിൽ ഇവർ ശ്രദ്ധിക്കാതെ ഇതിൻ്റെ മുകളിൽ ഇതങ്ങോട്ട് ഇതാക്കിയിട്ട് ഇപ്പോഴതാ കിടന്നുകൊണ്ട് ജാഗമാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഫുഡ് സ്ട്രീറ്റ് ആരംഭിച്ചപ്പോൾ തന്നെ ഈ വെള്ളക്കെട്ട് പ്രശ്നം വ്യാപാരികൾ കോർപ്പറേഷൻ അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ ബീച്ച് റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണെന്നും പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് PWD ആണെന്നുമുള്ള നിലപാടാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത്. മഴ പെയ്തു തീർന്നാലും ദിവസങ്ങളോളം ഇവിടെ വെള്ളം ഒഴിഞ്ഞു പോകാറുമില്ല. ഇവിടെ ഇതുണ്ട്, വെള്ളം പോണ സ്ഥലമുണ്ട്. അതിപ്പോൾ ബ്ലോക്ക് ആക്കി ഞങ്ങൾ ചെയ്യണേ. ഇത് മഴ പെയ്താൽ കംപ്ലീറ്റ് ഇവിടെ ബ്ലോക്ക് ആവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചെന്താ നിങ്ങളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണെന്ന് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അതെല്ലാവരും അനുഭവിക്കുന്നത്, എല്ലാ പീഡിയക്കാരും അനുഭവിക്കുന്നത്. ഇപ്പം ഇന്ന് എത്ര കടകൾ പൂട്ടി. ഒരു ആൾക്കാർ ചായ കുടിക്കാൻ വേണ്ടി വന്നാൽ വണ്ടി വീട്ടിൽ പോകുമ്പോൾ വെള്ളം ആൾക്കാർ ഇരിക്കുന്ന മേലേക്കാണ് തെറിക്കുന്നത്. ഫുഡ് സ്ട്രീറ്റിന്റെ പണി നടക്കുന്ന സമയത്ത് തന്നെ ഓടയുടെ പണിയും കൂടി നടത്തിയിരുന്നെങ്കിൽ ഈ ദുരവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. നിർമ്മാണ സമയത്ത് കോർപ്പറേഷൻ അധികൃതർ ഓട നിർമ്മിക്കണമെന്ന് PWDയും ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും സാങ്കേതിക തർക്കങ്ങളുമാണ് ഇതുപോലുള്ള ഒരു ജനകീയ പദ്ധതിയെ തകർക്കുന്നത്. ഇനിയെങ്കിലും പരസ്പരം കുറ്റം ചാരി സമയം കളയാതെ ഈ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.